എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് 1 മുതൽ 10 വരെ സംസ്കൃതത്തിൽ എങ്ങനെയാണ് സംഖ്യ പറയുക എന്ന് നോക്കാം. ഒപ്പം സംസ്കൃതത്തിൽ തന്നെ എങ്ങനെ എഴുതും എന്നും കൂടെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബൈഹാർട്ട് പഠിക്കേണ്ടതാണ്. ഏകം, ദ്വേ, ത്രീണി, ചത്വാരി, പഞ്ച, ഷട്ട്, സപ്ത, അഷ്ട, നവ, ദശ. അപ്പോൾ ഇത് പറ്റുന്നത്ര പഠിച്ചു നോക്കുക. അപ്പോൾ നമുക്കത് ബൈഹാർട്ട് തന്നെ ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് ഓർക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചിരുന്നു സഹ, സാ, ബാലകഹ, ബാലിക ഇങ്ങനെയൊക്കെ വരുമ്പോഴുള്ള ക്രിയാപദങ്ങൾ. അപ്പം അതൊന്നുകൂടെ ഇവിടെ പറയുകയാണ്. ലിഖതി, സഹ ലിഖതി, സാ പഠതി, ബാലകഹ ക്രീഡതി, ബാലികാ ധാവതി, ബാലഹ തരതി, സീതാ പിബതി, രമാ സ്നായതി. ഇനി ഇതേ ക്രിയാപദങ്ങൾ അഹം, ഞാൻ എന്ന് കർത്താവ് ആയിട്ട് വരുമ്പോൾ ഒരു ദീർഘവും ഒപ്പം മീ എന്ന അക്ഷരവും വരുന്നു. ലിഖതി, ലിഖാമി, പഠതി, പഠാമി, സാ ക്രീഡതി, അഹം ക്രീഡാമി, സഹ ധാവതി, അഹം ധാവാമി, സഹ തരതി, അഹം തരാമി, സാ പിബതി, അഹം പിബാമി, സഹ സ്നായതി, അഹം സ്നായാമി. ഇനി ഇതിൻ്റെ ബഹുവചനം. ഇതിൻ്റെയൊക്കെ അർത്ഥം കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പം നിങ്ങൾ സ്വയം അത് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ കഴിഞ്ഞ ഭാഗത്ത് ഒന്നുകൂടെ പോയി കേട്ട് പഠിക്കുക. എപ്പോഴും അർത്ഥം പറഞ്ഞാൽ അത് സ്വയം പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് അർത്ഥം പറയാത്തത്. ഇനി ബഹുവചനം നോക്കാം. തേ എന്നാൽ പുല്ലിംഗവചനത്തിൽ അവർ, താഹ സ്ത്രീലിംഗ വചനത്തിലെ അവർ. തേ ലിഖന്തി. ഇനി അഹം എന്നതിൻ്റെ ബഹുവചനമാണ് വയം. വയം ലിഖാമഹ. താഹ പഠന്തി. വയം പഠാമഹ. തേ ക്രീഡന്തി. വയം ക്രീഡാമഹ. താഹ ധാവന്തി. വയം ധാവാമഹ. തേ തരന്തി. വയം തരാമഹ. തേ പിബന്തി. വയം പിബാമഹ. തേ സ്നായന്തി. വയം സ്നായാമഹ. ഇനി ഇതുവരെ പഠിച്ച ക്രിയാപദങ്ങളും ഒക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു കഥ. മാർജാരസ്യ, പൂച്ചയുടെ, മഹതീ ആശ, ഒരു വലിയ ആഗ്രഹം. ഇവിടെ അഹം കർത്താവാണ്. അപ്പോൾ അഹം പായസം ഇച്ഛാമി, എനിക്ക് പായസം ഇഷ്ടമാണ്. കിം കരോമി, ഞാൻ എന്ത് ചെയ്യും. അവിടെ അഹം എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ എന്നാലും അത് പൂച്ച സ്വയം പറയുന്നതാണ്. അതുകൊണ്ട് എല്ലാം അവിടെ മീ എന്നാണ് വരിക. അഹം എന്ന് കർത്താവ് വരുമ്പോൾ മീ എന്നാണ് അതിൻ്റെ അവസാനം വരുന്നത് ക്രിയാപദത്തിൽ. മിത്രം വദാമി, സുഹൃത്തുക്കളോട് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ കർത്താവിനെ നോക്കിയിട്ടാണ് ക്രിയാപദം പറയേണ്ടത്. മിത്രാണി സൂചയതി
എല്ലാ സുഹൃത്തുക്കളോടും ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. സർവേ എല്ലാവരും സന്നദ്ധാഹ ഭവന്തി, ഇവിടെ ബഹുവചനം. അപ്പോൾ എല്ലാവരും സന്നദ്ധരായി, അതാണ് ഭവന്തി ന്തി എന്നുള്ള ആ ഒരു വാക്ക് വന്നത്. അവിടെ നമ്മൾ പഠിച്ചു തേ പഠന്തി എന്ന പോലെയാണ് ഭവന്തി എന്ന് വന്നത്. ഇനി വയം ആണ്, നമ്മളെല്ലാവരും കൂടെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പായസം പചാമഹ, നമുക്ക് പായസം പാകം ചെയ്യാം. അപ്പോൾ ബാക്കി സുഹൃത്തുക്കളൊക്കെ ആം, യെസ് യെസ് ചെയ്യാം എന്ന് പറയുന്നു. ഇനി ഓരോരോ, ഇവിടെ പക്ഷിമൃഗാദികളുടെ കഥയായതുകൊണ്ട് അവർ കൊണ്ടുവരുന്നത് പോലെ പറയുന്നു. ശുകഹ തത്ത തണ്ടുലാൻ, അരി ആനയതി കൊണ്ടുവരുന്നു. കാക്കഹ കാക്ക കാഷ്ഠാനി ആനയതി, ചുള്ളിക്കമ്പുകൾ കൊണ്ടുവരുന്നു. ശുനകഹ പാത്രം ആനയതി, നായ പാത്രം കൊണ്ടുവരുന്നു. പിപീലിക ഉറുമ്പ് ശർക്കരാം ആനയതി, ശർക്കര കൊണ്ടുവരുന്നു. ധേനുഹു ക്ഷീരം ദദാതി, ഇത് അർത്ഥമൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇനി അങ്ങനെ പഠിക്കാൻ നോക്കണം. അപ്പോൾ നമ്മൾ സ്വയം അത് കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അതിനാണ് ഈ ഒരു ചിത്രമടക്കം കൊടുക്കുന്നത്. ഇനി സർവേ മിളിത്വ, എല്ലാവരും ഒരുമിച്ച് പായസം പചന്തി, അവിടെ എല്ലാവരും ബഹുവചനം വന്നതുകൊണ്ട് പചന്തി. ഇനി സർവേ സമ്യക്, എല്ലാവരും നന്നായിട്ട് പിബന്തി കുടിക്കുന്നു. ഗായന്തി പാട്ടുപാടുന്നു. നൃത്യന്തി ച, അവർ നൃത്തം ചെയ്യുന്നു. ഇവിടെ ച എന്നാൽ അതും കൂടെ, ഒരു 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം ച എന്ന് ചേർത്താൽ അങ്ങനെയും. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂടെ ആൻഡ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതിന് കണക്കായിട്ടുള്ള വാചകമാണ്. അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ അങ്ങനെയും അങ്ങനെയും എന്ന് പറയില്ലേ, ആടുകയും പാടുകയും ചെയ്യുന്നു, ഇതിനാണ് ച. അപ്പോൾ എല്ലാം നന്നായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ധന്യവാദഃ. ശ്ലോക 4. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീന അനേക മുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വചസ്ത്വത്കലാസ്വേവ ഭൂമൻ. പദച്ഛേദഃ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീന അനേക മുക്താവലി സുഭഗതമേ നിർലീനാനേക മുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോല ഉല്ലാസതുല്യം ഖലു വിമലതരം സത്വം ആഹുഹു തത് ആത്മാ സത്വമാഹുസ്തദാത്മാ കസ്മാത് നോ നിഷ്കളഃ ത്വം കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വചഃ ത്വത് കലാസു ഏവ വചസ്ത്വത് കലാസ്വേവ ഭൂമൻ. Now the Anvaya with meaning. In this shloka, Melpattu says that if that Parabrahma is an ocean, then the yogis are the pearls within it.
the ocean Nishkampe, vibrationless, Nityapurne, ever full, Niravadhi, unlimited, Paramananda Piyusharupe, nectarine bliss personified. In that ocean, Aneka, many liberated, Mukdavali, Aneka Mukdavali, many liberated ones, Nirlina, having merged. And hence, it is Subhagatame, is extremely resplendent. That ocean is Nirmala Brahma Sindhu. In that, in the pure ocean, Nirmala, pure, Brahma Sindhu, ocean of Brahman, the Sattva Guna is like waves. Kallola Ullasatulyam. Kallolam is the waves. Ullasatulyam, rising, like waves rising. Kalu is indeed Vimalataram, is extremely pure Sattvam. Sattva-guna is extremely pure. Ahuhu is said. Tad Atma, that form, Tvam, hey Lord, you, Kasmat, why not? Na Nishkalaha, why not it be called Nishkala or Purnavatara? Hey Bhuman, O infinite one, Sakala iti vachaha. Sakala means Amshavatara. The term Amshavatara is Tud Kalasueva, is for your other part incarnations, for is suitable for the Sakala, the term Sakala is suitable for your Kalamsha, that is other Trinity. The Trinity and everything else are incarnations of the Supreme Spirit. So these are known as Sakala forms. But here Melpathur affirms that Krishna's form is Nishkala, that means Purnavatara. You are the pure Brahman, like the mighty ocean, changeless, ever full, and of the nature of unlimited nectarine bliss. Like many pearls in the ocean, innumerable liberated souls are absorbed in your Brahmic bliss, and hence it is extremely resplendent. Just like the waves rise in the ocean, it is said that your form is full of Sattva-guna, Shuddha Sattva Swarupa. That form has risen from the Brahman. Since the term Amshavatara is meant only for your other part incarnations like Trinity, hence why cannot you be called as Purnavatara? Although in question, Melpathur is trying to say that Shri Krishna is nothing but is Purna Avatara, Nishkala. Nishkampe Nityapurne Niravadhi Paramananda Piyusharupe Nirlina Nega Muktavali Subhagatame Nirmala Brahma Sindhu Kallolulasatulyam Khalu Vimalataram Sattvamahusthadatma Kasmano Nishkalastvam Sakala iti vajastutkalasveva bhuman.